ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വണ്ടിക്ക് ഒരു ട്രിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീം ഒരു പാക്കേജിൽ നിന്നാണ് ട്രിപ്പ് വിളിച്ചിരിക്കുന്നത്. ആ പാക്കേജുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊടൈക്കനാലായിരുന്നു ട്രിപ്പ് എന്നാണ്. പിന്നെ അവർ അവിടെ ചെന്നപ്പോഴത്തേക്കും ട്രിപ്പ് കൊടൈക്കനാൽ മാറ്റി മൂന്നാറാക്കിച്ചു. കോമ്പറ്റീഷൻ ഓട്ടം എടുക്കാത്ത നമ്മൾ അവിടെ ചെന്നപ്പോൾ അവന്മാർ നമ്മളെ കൊണ്ട് ആ ഓട്ടം കോമ്പറ്റീഷൻ ആക്കിച്ച്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പാക്കേജിലുള്ളവന്മാരാണ് നമ്മളെ ട്രിപ്പ് വിളിച്ചത്. ലാസ്റ്റ് മൂന്നാർ ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വാടക പറഞ്ഞപ്പോൾ അവന്മാർക്ക് ആ വാടക പറ്റത്തില്ലെന്നാണ് അവന്മാർ പറയുന്നത്. നമ്മൾ മൂന്നാർ ട്രിപ്പ് എടുത്തപ്പോൾ തന്നെ നമ്മൾ വാടക പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ അമ്മമാർ വാടകയെല്ലാം ഓക്കെ പറഞ്ഞാണ് നമ്മൾ ആ ട്രിപ്പ് പോയത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മമാർ ഈ ചതി നമ്മളോട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പേജ് നമ്മളെ താഴ്ത്തി കെട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ പേജിലാണ് നമ്മളെ താഴ്ത്തി കെട്ടി ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് പറയാൻ ഒരു സ്പേസ് വരുന്നില്ല. നമ്മൾ ഇടുന്ന കമന്റ് എല്ലാം അപ്പോൾ അവരെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ പറയുന്ന കാര്യം സത്യമായതുകൊണ്ട് അതിനെ പേടിച്ചാണ് അവർ കമന്റ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ അമ്മമാർ പോയ വഴിക്ക് നമ്മുടെ വണ്ടിയെ കാണിച്ച് ഓരോ പരിപാടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ DJ ഫ്ലോറിന്റെ അവസ്ഥയാണ് നോക്കണേ. ബബിൾ കം തേച്ച് നോക്കണേ, കണ്ടോ DJ ഫ്ലോറിന്റെ അവസ്ഥ. അടിച്ച് പൂക്കുറ്റിയായിട്ട് മദ്യപിച്ച് ഇവിടെ ഓഫായിട്ട് കിടക്കുമായിരുന്നു ഒരുത്തൻ. അവന്റെ ഫോട്ടോ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. അഡ്വാൻസ് ഒന്നും തരാതെ നമ്മളെ കൊണ്ട് വണ്ടിയുടെ ഓർഡർ ഫോമും കാര്യങ്ങളൊക്കെ അമ്മ എഴുതി. എന്നിട്ട് ഒരു 10 തവണ വിളിച്ചിട്ട് അമ്മരാകെ തന്നത് 2000 രൂപയാണ്. ആ 2000 രൂപ വെച്ചാണ് ഈ ട്രിപ്പ് ഫുൾ എടുത്തത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവനോട് ഈ മൂവാറ്റുപുഴ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവനോട് പൈസ ചോദിച്ചപ്പോഴത്തേനും അവൻ നമുക്ക് വാടക തരത്തില്ല. അതായത് മൂന്നാർ പോയിട്ട് വരാൻ നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നത്, പൊൻകുന്നത്ത് നിന്ന് ഷെഡ് ടു ഷെഡ് വാടക, പൊൻകുന്നത്ത് നിന്ന് മൂന്നാർ മറയൂർ പോയിട്ട് തിരിച്ച് മൂവാറ്റുപുഴയെ കൊണ്ട് വിട്ടിട്ട് വീണ്ടും ഞാൻ പൊൻകുന്നം വരെ വന്നു. അത് 50,000 രൂപയ്ക്ക് ഞാൻ ഓടാന്ന് പറഞ്ഞു. അതിന്റെ കാര്യം അത് കൂടുതലാണോ കുറവാണെന്നൊക്കെ വണ്ടിക്കാർക്ക് അറിയാലോ. 50,000 രൂപയ്ക്ക് ഓടാന്ന് പറയുന്ന കാര്യം ഏതാ, ഞാൻ ഇവരുടെ ട്രിപ്പ് എടുക്കാനായിട്ട് കോമ്പറ്റീഷന് പോയി അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറുകളോളം കിടന്നു. അതും കഴിഞ്ഞിട്ട് ഇവർ കോമ്പറ്റീഷൻ, ഞാൻ ഇവരെ പകുതി ആൾക്കാരെ അവിടെ ഇറക്കി വെളിയിൽ നിൽക്കുമായിരുന്നു. പകുതി ആൾക്കാർ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഇവരെയും വെച്ചോണ്ട് ഞാൻ നമ്മുടെ വണ്ടി ആരും കാണാതിരിക്കാൻ കൊണ്ടുപോയി 19 കിലോമീറ്റർ കിടന്ന് അവിടെ ചുറ്റോടെ കിടന്ന് ഓടി. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴത്തേനും മൂവാറ്റുപുഴ പൈസ ചോദിച്ചപ്പോൾ ഇവർക്ക് പറ്റത്തില്ല, അവർ തരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അതുപോലെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് 48,000 രൂപ അമ്മമാർ തന്നു. ബാക്കി പിറവത്തി എന്നിട്ട് തരാമെന്ന് പറഞ്ഞു. പിറവത്തി ചെന്നപ്പോഴത്തേനും വണ്ടി സെറ്റപ്പ് ചെയ്യാന്ന്, അല്ല പിറവത്തി ചെല്ലുമ്പോഴത്തേനും ബാക്കി പൈസ തരാമെന്ന് അമ്മമാർ പിറവത്തി ചെന്നപ്പോഴത്തേനും പിറവത്ത് പോകുന്ന വഴിക്കാൻ അമ്മമാർ പറഞ്ഞു ഇനി എന്നെ അവിടെ വീണ്ടും അവിടെ കൊണ്ടുവിടാം, ഇവിടെ കൊണ്ടുവിടാൻ. ഞാൻ പറഞ്ഞു വണ്ടി അവിടെ നിന്ന് ഇറങ്ങിക്കും, നമ്മൾ പോയി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഭീഷണി വന്ന് വണ്ടിയൊക്കെ പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഈ വീഡിയോ പറയുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം.